നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും നല്ല ദാനങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് ഈ പൈതങ്ങളുമായി അടുത്തു വരുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. നിന്റെ മഹാകരുണയാൽ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ തിരുശരീരവും തിരുരക്തവും ആദ്യമായി ദാനം ചെയ്യുവാൻ അങ്ങ് നിന്റെ മക്കളെ ഒരുക്കിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഇനി അങ്ങയുടെ വചനവുമായി ഇതാ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ ഇന്ന് തുറക്കണമേ. നിന്റെ വചനത്തിലൂടെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, വചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യമയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കണമേ. കർത്താവെ, നിന്റെ മുഖശോഭ കാണുവാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ നീ തെളിമയുള്ളതാക്കണമേ. നിന്റെ വചനാനുസൃതം ജീവിപ്പാൻ അടിയങ്ങളുടെ ഇച്ഛാശക്തി അങ്ങ് ക്രമപ്പെടുത്തണമേ. എളിയ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം 46 കുഞ്ഞുങ്ങൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. അവർ കർത്താവ് തങ്ങളുടെ പൂർണ്ണ രക്ഷിതാവും കർത്താവുമാണ് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവം മുൻപാകെ അവരെ വിനയപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി തീരുന്നതിന് ദൈവം എനിക്കും കൃപ നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ക്ഷണിച്ച ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. ഒരുമിച്ച് സഭയായി സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. The Gospel according to Saint John chapter 15 verse 5. Do you have Bible with you? Then who is going to read verse 5? Chapter 15 of the Gospel according to Saint John verse 5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു യുവ വൈദികൻ വൈദിക സെമിനാരിയിലെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ആദ്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയാണ്. ഈ സ്ഥാപക വചനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി എന്ന് പറയുന്ന ആ സ്ഥാപക വചനങ്ങൾ ചൊല്ലിയപ്പോൾ ഈ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു. അച്ഛൻ ആ വാക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിന്നിരുന്ന ബിഷപ്പ് ആ സ്ഥാപക വചനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ കൊടുത്തതിന് ശേഷം ഈ യുവ വൈദികൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വികാരാധീനനായി തീർന്നത്, അല്ലെങ്കിൽ കരഞ്ഞുപോയത്? അതിന് അദ്ദേഹം പറയുന്നത്, യേശു കർത്താവിൻ്റെ ശരീരവും യേശു കർത്താവിൻ്റെ രക്തവും എൻ്റെ ഈ കൈകളിൽ, എൻ്റെ ഈ ബലഹീനമായ കൈകളിൽ എടുക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആകപ്പാടെ ഉരുകി ഒലിച്ചുപോയി എന്ന് പറഞ്ഞു. Am I worthy enough to hold the holy body and blood of Jesus Christ in my unworthy hands? That made me most emotional. എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഉണ്ട്.
എന്ന് നമുക്കൊരു അഷ്വറൻസ് നൽകുന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങുന്നത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ഒരു അനുഭവം ഉണ്ടാകും എന്നെനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഒന്നാമത് വിശുദ്ധ കുർബാന അനുഭവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഇറ്റ് ഈസ് എ ടൈം ടു ലുക്ക് ഇൻവേർഡ് ആൻഡ് സീ our own weaknesses in our lives. വിശുദ്ധ കുർബാന നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കുറവുകളെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളും ദൈവവും തമ്മിൽ സജീവമായ ഒരു ബന്ധത്തിലാണോ എന്ന് നമ്മളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ഇടപെടലിനകത്ത് ദൈവം എൻ്റെ ഉള്ളിലും ഞാൻ ദൈവത്തിലുമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന അവസരമാണ്. അങ്ങനെയെങ്കിൽ ഇനി വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ യു നീഡ് ടു ലുക്ക് ഇൻവേർഡ്ലി ആൻഡ് സീ വെദർ ക്രൈസ്റ്റ് ഈസ് പ്രസന്റ് ഇൻ യു. എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് ആന്തരിക രൂപാന്തരം. എല്ലായ്പ്പോഴും വേണ്ടുന്ന ഒന്നാണ് ആന്തരിക രൂപാന്തരം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുവോളം നിങ്ങളിതെൻ്റെ എന്ത് ചെയ്യണം? ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഞാൻ വരുവോളം നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഹു ഈസ് ക്രൈസ്റ്റ് ടു മീ ആൻഡ് വെയർ ഈസ് ദ സ്പേസ് ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ മീ and where is the ego within me? And let Christ work in and through me. വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ക്രിസ്തു ആരാണെന്നും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണെന്നും എൻ്റെ ഉള്ളിൽ എൻ്റെ ഈഗോയുടെ സ്ഥാനം എവിടെയാണെന്നും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ പ്രഥമ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതുമായ ഒരു സന്തോഷാനുഭവമായിട്ടിത് തീരണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെങ്കിൽ എവ്രി കമ്മ്യൂണിയൻ സർവീസ് ഈസ് ആൻ ഒക്കേഷൻ ടു ലുക്ക് ഇൻവേർഡ് ആൻഡ് സീ ആൻഡ് ലൊക്കേറ്റ് ദ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ യു. ഇവിടെ യോഹന്നാൻ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും യേശു കർത്താവുമായി ഒരു ആളത്വപരമായ ബന്ധം വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയ്ക്കകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആ വിശുദ്ധ കുർബാനയ്ക്കകത്ത് there is a movement of ascent ഉണ്ട്. അസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആരോഹണമുണ്ട്. നമ്മുടെ ആദ്യത്തെ ഭാഗ ആരാധന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരുക്ക ശുശ്രൂഷയാണ്, പ്രിപ്പറേറ്ററി സർവീസാണ്. വി ആർ പ്രിപ്പയറിംഗ് അവർ സെൽസ് ടു റിസീവ് ദ ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലുക്ക് ഇൻവേർഡ് പ്രോസസ്സിനകത്ത് ദർ ഷുഡ് ബി എ ജേർണി ഓഫ് അസെന്റ്. ഒരു ഉയരങ്ങളിലേക്കുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയാണ് നമ്മുടെ ആരാധനയിൽ നമ്മൾ ഉടനീളം കാണുന്നത്. അതായത് നമ്മളെ തന്നെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആലയത്തിലേക്ക് വരികയാണ്. ആലയത്തിലേക്ക് വന്ന് നിങ്ങൾക്കറിയാം, ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ആദ്യം തുടങ്ങുന്ന പാട്ട് തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് പാടിയത് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ പാട്ട് ഓർക്കുന്നു? ഹരോനാണ് ധൂപം പോൽ പ്രാർത്ഥന സ്വീകാരിക്കാം നിനവോറിയാജന്നെ യാതുപോലെ ശുശ്രൂ
കൈക്കൊള്ളുക. കടലിൽ യോനായി കരുളിയ പോൽ ആടിയാർക്കുത്തരം അരുളീണമേ. ഇത് നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയാണ്. അഹരോൻ ധൂപമണച്ചപ്പോൾ അവൻ്റെ ധൂപം സ്വർഗസന്നിധിയിൽ ചെന്നു എന്ന് ഞങ്ങൾക്കറിയാം. നിനവേക്കാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഇരിക്കുന്ന ഇടത്തു നിന്ന് സ്വർഗീയമായ ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. അങ്ങനെങ്കിൽ ഓരോ വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവവും ഞാനും ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ജൈവപരമായ ബന്ധത്തിൻ്റെ തീവ്രതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ക്രിസ്തുവുമായുള്ളൊരു ബന്ധം ഉറപ്പിക്കുന്ന ഒരു അനുഭവമായി ഈ വിശുദ്ധ കുർബാന അനുഭവം തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര മുഴുവനും നമ്മൾ ഓർക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവങ്ങളെ മുഴുവൻ നമ്മൾ ഓർക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കേണ്ടുന്നവനാണെന്ന് നമ്മൾ ഓർമ്മ വരികയാണ്. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ഉറപ്പെന്തുവാണെന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ആര് നമുക്ക് വേണ്ടി മരിച്ചു? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഇന്ന് നമ്മളോടുകൂടെ ജീവിക്കുന്നു. നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പാപയാഗമായും പാപപരിഹാരയാഗമായും നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അവൻ്റെ കൃപയാൽ നമുക്ക് എന്തോ കിട്ടിയിരിക്കുന്നു? നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു. അവൻ്റെ കൃപയാൽ നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു. അങ്ങനെങ്കിൽ ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിലും, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഈ രക്ഷാകര സംഭവങ്ങളെ ഓരോന്നോരോന്ന് ഓർക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, താൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു? ഞാൻ വരുവോളം ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണം. യു നീഡ് ടു റിമെമ്പർ ഓൾ സാൽവിഫിക് ആക്ട്സ് ജീസസ് ക്രൈസ്റ്റ് ഡൺ ഓൺ ദ ക്രോസ്, ഡൺ ഇൻ ഹിസ് ലൈഫ്. അതിന് നമുക്ക് കഴിയണം. അങ്ങനെങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ടു ലുക്ക് ഇൻവേർഡ്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കഴിയുമ്പോൾ 2 കാര്യങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. 2 കഴിയുമ്പോൾ, ഒന്ന്, നമുക്ക് ക്രിസ്തുവിലൂടെ നൽകിയ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കും. ആ രക്ഷയുടെ വെളിച്ചത്തിൽ നമ്മൾ എന്തെങ്കിലും കുറവുകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ കുറവുകളെ കാണാനുള്ളൊരനുഭവം നമുക്ക് ലഭിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പാപത്തെ നമ്മൾ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഹായോടും ഒരു നിരപ്പ് നമുക്ക് ലഭിക്കും. നിരപ്പ് ലഭിച്ചു കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, എ മൂവ്മെൻ്റ് ഓഫ് അസെൻഡ് ഉണ്ട്. ആ മൂവ്മെൻ്റ് ഓഫ് അസെൻഡ് കഴിഞ്ഞിട്ട് ദർ ഇസ് എ മൂവ്മെൻ്റ് ഓഫ് ഡിസെൻഡ്. അതെന്താണെന്നറിയാമോ? ഈ ലോകത്തിലേക്ക് പോവുകയാണ്. എ മൂവ്മെൻ്റ് ഓഫ് ഡിസെൻഡ് ടു ദ വാലീസ് ആൻഡ് ദ മാർക്കറ്റ് പ്ലേസ് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം, 4-ാമത്തെ റൂസ്മ അതാണ് പറയുന്നത്. നിങ്ങൾ പോകാനാണ് പറഞ്ഞത്. എങ്ങോട്ടാണ് പോകേണ്ടുന്നത്? ലോകത്തിലേക്ക് പോകണം. അന്നേരം ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർക്കുക മാത്രമല്ല, അവൻ്റെ പങ്കാളികളായി വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
So today you are going to receive the holy body and blood of Jesus Christ. That reminds you that you should remain in Christ's presence and you should do what all things he wanted to do in your life. അങ്ങനെയെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ കർത്താവിനോടുകൂടെ പ്രവർത്തിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും ഞാൻ വരുവോളം നിങ്ങളെൻ്റെ മരണത്തെ പ്രസ്താവിക്കും. യു പ്രൊക്ലെയിം ദ സാൽവേഷൻ ആക്ട്സ് ആൻഡ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സാൽവേഷൻ ആക്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ 2 കാര്യമാണ് പറയാനായിട്ട് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ there is a time God will provide us to look inward and see who we are and what is our relationship with Christ എന്നുള്ളത് ചിന്തിക്കാനിടയാവും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഹോൾ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ ഓർത്ത് അതിൻ്റെ തെളിമയിൽ നമ്മളും കർത്താവും തമ്മിൽ നിരപ്പ് പ്രാപിപ്പാൻ നമ്മളെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തതെന്ന് പറയുന്നത്, അങ്ങനെ ഒരുക്കി കഴിയുമ്പോൾ ദർ വാസ് എൻ ജേർണി ഓഫ് അസെൻഡ്. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗീയ ആരാധന വൃന്ദത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഡിസെൻഡ്. അതെങ്ങോട്ടാ? ഈ ലോകത്തിലേക്കാണ്. എന്തിനു വേണ്ടിയാ? ലോകത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ നമ്മളാണുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും ഓരോ സുവിശേഷകരാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മളെ ഒന്നിൽ പൂർണ്ണസമയ സുവിശേഷകരായും അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷകരായും ദൈവം തമ്പുരാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മളെ നയിക്കുന്നതും 2 മൂവ്മെൻറ്റ്സുകളാണ്. ഏതൊക്കെയാ? എ മൂവ്മെൻറ്റ് ഓഫ് അസെൻഡ് ആൻഡ് എ മൂവ്മെൻറ്റ് ഓഫ് ഡിസെൻഡ്. എ മൂവ്മെൻറ്റ് ഓഫ് അസെൻഡിനകത്ത് നമ്മൾ ഓർക്കുന്നത് എന്തൊക്കെയാ? ലുക്ക് ഇൻവേർഡ് ആൻഡ് സീ വാട്ട് ആർ ദ ഷോർട്ട് കമ്മിങ്സ് ഇൻ മൈ ലൈഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളെ മുഴുവൻ നമ്മൾ ഓർക്കും. എന്നാൽ നമ്മൾ ഓർക്കുമ്പോൾ അവൻ പാപയാഗമായും അവൻ പാപപരിഹാരയാഗമായും നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് രക്ഷ ലഭിച്ചു. അതുകൊണ്ട് ഞാൻ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തെളിമയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും കർത്താവും തമ്മിലുള്ളൊരു നല്ല ബന്ധത്തിൽ ജീവിക്കും. അങ്ങനെ നല്ല ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യും? നമ്മൾ നല്ല ഫലം കായ്ക്കും. ഫലം എവിടെയാണ് പുറപ്പെടുവിക്കുന്നത്? ഈ ലോകത്തിലാണ്. അതാണ് എ മൂവ്മെൻറ്റ് ഓഫ് ഡിസെൻറ്റ്. എന്നിട്ട് ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ജീവിക്കും. ഇതാണ് വിശുദ്ധ കുർബാന നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ നല്ല സാക്ഷികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മരണത്തിൻ്റെ പങ്കാളികളായി തീരും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പങ്കാളികളായിട്ട് തീരും. നമ്മൾ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും പ്രഘോഷിക്കുന്നവരായിട്ട് തീരും. അതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.